CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വികലമായ പ്രതിമ സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസം ആരംഭിച്ചു. ബയോ പാർക്കിലെ ഗാന്ധി പ്രതിമ അപൂർണമാണെന്നും ജനങ്ങളുടെ മനസ്സിലുള്ള ഗാന്ധി രൂപത്തിലേക്ക് മാറ്റുമെന്നും ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് മത്സ്യബന്ധനത്തിനിടെ വഞ്ചിയിൽ നിന്ന് കടലിലേക്ക് കുഴിഞ്ഞുവീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കരക്കടിഞ്ഞു. തളിക്കുളം സ്നേഹതീരം സ്വദേശി ഇഷ്താക്കിരി വീട്ടിൽ 52 വയസ്സുള്ള ശിവന്റെ മൃതദേഹമാണ് കരക്കടിഞ്ഞത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പാറന്നൂർ കളത്തിപ്പറമ്പിൽ വേലായുധന്റെ മകൻ മുരളിയാണ് മരിച്ചത്. ഗുരുവായൂർ ചക്കങ്കണ്ടം കായലോരത്ത് നഗരസഭ നിർമ്മിച്ച ഹാർമണി സ്ട്രീറ്റ് നാടിന് സമർപ്പിച്ചു. കോൺഗ്രസ് നേതാവ് പി യതീന്ദ്രദാസ് CPMലേക്ക് ഒക്ടോബർ 30 സ്വീകരണം നൽകുമെന്ന് CPM നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിളംബര റാലി സംഘടിപ്പിച്ചു. പാറന്നൂർ ചിറ സൗന്ദര്യവത്കരണത്തിന്റെയും ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ ഹാപ്പിനെസ് പാർക്കിന്റെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിളംബര റാലിയും റീഡിംഗ് കോർണറിന്റെയും ഹാപ്പിനെസ് സെന്ററിന്റെയും ഉദ്ഘാടനം നടത്തി. ജാതി പറഞ്ഞും മതം പറഞ്ഞും വർഗീയ ചേരിതിരിവുണ്ടാക്കിയും ഹിന്ദുക്കളെ ഒന്നിപ്പിച്ച് കേരളത്തിന്റെ ഭരണം പിടിക്കാമെന്നത് BJPയുടെ വ്യാമോഹം മാത്രമാണെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആത്മാഭിമാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ റോഡുകളുടെ ദുരവസ്ഥയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശിവരാജൻ കണ്ടാണശ്ശേരി ഏകദിന നിരാഹാര സമരം അനുഷ്ഠിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ 13-ാം വാർഡ് പെരുമണ്ണിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഹാപ്പിനെസ് പാർക്കിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഹൈമാസ്റ്റ് ലൈറ്റിന്റെയും ഉദ്ഘാടനം നടന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡ് 13-ൽ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി നിർവഹിച്ചു. ത്രിദിന ദേശീയ സെമിനാറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ തുടക്കമായി. ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ജപമാല റാലി നടത്തി. ഇരുമ്പെട്ടി കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മല മാതാ ദേവാലയത്തിൽ മാതാവിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. മഴ കനത്തതോടെ തകർന്നു തരിപ്പണമായ പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വലയെറിഞ്ഞും വഞ്ചിയിറക്കിയും തുണിയലക്കിയും വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് കേരളോത്സവത്തിൽ തുടർച്ചയായി 2ാം തവണയും ക്രിക്കറ്റ് ചാമ്പ്യന്മാരായി സെന്റർ ഗ്യാങ് ആയമുക്ക്. കുന്നംകുളം നഗരസഭ കേരളോത്സവത്തിൽ തിളങ്ങി സഹോദരങ്ങൾ. ചെമ്മണ്ണൂർ ഇരുമ്പശ്ശേരി വീട്ടിൽ രാജൻ നിഷ ദമ്പതികളുടെ മക്കളായ അശ്വൻ രാജും നിവേദിയുമാണ് കലാകായിക പ്രകടനത്തിൽ നേട്ടങ്ങൾ കൊയ്തത്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശാനുസരണം നവംബർ 1 വരെ നടത്തുന്ന വീട്ടുമുറ്റ സദസ്സുകളുടെ ഭാഗമായി വായനശാലകൾ ഗൃഹാങ്കണത്തിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചു. സേവ് പോർക്കുളം എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കുറ്റവിചാരണ യാത്ര കല്ലഴിക്കുന്നിൽ സമാപിച്ചു. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ക്ഷാമാശ്വാസം മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് കുടുംബസംഗമം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആത്മ 2025-26 കപ്പാസിറ്റി ബിൽഡിംഗ് പദ്ധതി പ്രകാരം കാട്ടകാമ്പാൽ കൃഷിഭവൻ പരിധിയിലുള്ള തെങ്ങ് കർഷകർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.